പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വലിയ പരിവർത്തനം സൃഷ്ടിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ തുടക്കം മുതൽ തീരുന്നത് വരെയും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പം എന്തായിരിക്കും ഇത്ര നൂതനമായ ഒരു ആശയമെന്നല്ലേ? കേവലം ജനറൽ നഴ്സിംഗ് പഠിക്കാമെങ്കിൽ 23-ാമത്തെ വയസ്സിൽ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ പ്രതിമാസം സാലറി വാങ്ങിക്കുന്നതിന് വിദേശത്ത് പോയി ഒരു 23-ാമത്തെ വയസ്സിൽ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ 23-ാമത്തെ വയസ്സിൽ 2 ലക്ഷവും 3 ലക്ഷവും ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നെല്ലാവരും ചിന്തിക്കാം. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് ഈ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ബോധ്യമാകും. അപ്പം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണുക. തുടക്കത്തിൽ തന്നെ ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. കുറേ വർഷങ്ങൾക്ക് മുൻപാണ് തലശ്ശേരിയിലുള്ള ഒരു കുടുംബത്തെ എനിക്കറിയാം. അപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ യാദൃച്ഛികമായി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അപ്പോൾ അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസത്തിലുള്ള ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ കുട്ടികളുടെ അമ്മ അവരൊരു സ്കൂളിലെ സ്വീപ്പറായിരുന്നു. അപ്പോൾ ആ സ്വീപ്പർ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, എന്നാൽ അവർക്ക് കുറേ കടഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയത്താണ് യാദൃച്ഛികമായിട്ട് ഭർത്താവ് മരിക്കുന്നത്. അപ്പോൾ അവർക്ക് 4 പെൺകുട്ടികളാണ്. അപ്പോൾ ആ സമയത്ത് മൂത്ത കുട്ടി +1 ഒക്കെ പഠിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യമാണ്. അപ്പോഴെല്ലാവരും ചിന്തിച്ചു, ഇനി ഈ കുടുംബം എന്ത് ചെയ്യും? ഭർത്താവ് മരിച്ചു, 4 പെൺകുട്ടികൾ, ഒരമ്മ തനിച്ച് എന്ത് ചെയ്യും? ആ അമ്മയുടെ ഒരു സ്റ്റോറിയാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ മൂത്ത കുട്ടിയെ ജനറൽ നഴ്സിംഗ് പഠിപ്പിച്ചു. കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. പഠിപ്പിച്ചു കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിക്ക് UK പോകുന്നതിനുള്ള അവസരങ്ങൾ കിട്ടി. അതേപോലെ 2ാമത്തെ കുട്ടിയെയും 3ാമത്തെ കുട്ടിയെയും 4 കുട്ടികളെയും അവർ നഴ്സിംഗ് തന്നെ പഠിപ്പിച്ചു. പണമില്ലാതിരുന്നതിനാൽ മൂത്ത 2 പേരെയും അവർ ജനറൽ നഴ്സിംഗ് പഠിപ്പിച്ചു. പിന്നെ മൂത്ത കുട്ടി വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് ലഭിച്ചപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഇളയ 2 പേര് BS നഴ്സിംഗ് പഠിച്ചു. ചുരുക്കി പറയട്ടെ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാൾ UK, ഒരാൾ കാനഡയിലും, ഒരാൾ ഓസ്ട്രേലിയയിലും, ഒരാൾ അമേരിക്കയിലും. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് 4 നഴ്സുമാർ അമേരിക്കയിലും, കാനഡയിലും, ഓസ്ട്രേലിയയിലും, UK. ഇളയ കുട്ടിയുടെ വിവാഹം വന്നപ്പോൾ ആ തലശ്ശേരിയിലെ അതിസമ്പന്നരുടെ വിവാഹം നടക്കുന്നത് പോലെയാണ് ആ കുട്ടിയുടെ വിവാഹമൊക്കെ നടന്നത്. അപ്പം അതിനുശേഷം ആ അമ്മ ഇപ്പോഴും കാനഡയിലും, ഓസ്ട്രേലിയയിലും, അമേരിക്കയിലും, UK ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരവസരമാണ്. രാജകീയമായിട്ടിപ്പോൾ അവർ ജീവിക്കുന്നു. അപ്പം അത്രമാത്രം പ്രയാസകരമായിരുന്ന ഒരു കുടുംബത്തിലെ 4 മക്കളും ഇന്ന് നല്ല സമ്പന്നത മാത്രമല്ല, അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും അപ്പം അവരുടെ ജീവിതം മറിയാൻ തക്കോണം ഇടയായി. അപ്പോൾ അത് സംഭവിച്ചത് മൂത്ത 2 പേര് കേവലം ജനറൽ നഴ്സിംഗ് പഠിച്ചു, ഇളയ 2 പേര് BS നഴ്സിംഗ് പഠിച്ചു. അതുകൊണ്ട് മാത്രമാണ് ആ കാര്യം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നത്. ഇപ്പം കേരളത്തിൽ നോക്കുവാണെങ്കിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട്. അപ്പന്മാരൊക്കെ കള്ളു കുടിച്ചും കുടുംബം തകർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന കുടുംബത്തിലെ പോലും കുട്ടികൾ നഴ്സിംഗ് പഠിച്ച് അവരിപ്പോൾ അമേരിക്കയിലും, കാനഡയിലും, ഓസ്ട്രേലിയയിലും അപ്പം അങ്ങനെ 10,000-കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ ഈ നഴ്സിംഗ് പഠനം മൂലം സക്സസ് ആയിട്ടുണ്ട് എന്ന് കൂടുതൽ പേർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് 23 വയസ്സാകുമ്പോൾ
2 ലക്ഷം 3 ലക്ഷം രൂപ സാലറി വാങ്ങിക്കുന്നത് അതൊരിക്കലും സാധ്യമല്ല എന്ന് ഈ നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിക്കാം. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. എന്നാൽ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അത് ശ്രദ്ധിച്ച് കേൾക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാകും ഞാൻ പറയുന്നതിൽ ഒരു ഊതിപ്പെരുപ്പിച്ച കാര്യങ്ങളുമില്ല. തികച്ചും സംഭവിക്കാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് ഏത് വിദ്യാർത്ഥിക്കും ചെയ്യാൻ കഴിയുന്ന മനസ്സുണ്ടെങ്കിൽ, നമുക്കൊരു മനസ്സ് വേണം. അപ്പം അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് വിദ്യാർത്ഥിക്കും ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ ലളിതമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഏതൊക്കെ വിദ്യാർത്ഥി തയ്യാറാകുന്നുവോ ആ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് കാറ്റഗറിയിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിലും, അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 35 വയസ്സ് വരെ പ്രായമുണ്ടെങ്കിലും നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാം. അപ്പോഴെന്നെ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന പലരും ഒരുപക്ഷെ 25, 26, 28 വയസ്സൊക്കെ ആയിട്ടും ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം നടന്നിട്ടുണ്ടാകാം, നടക്കാത്തവരുണ്ടാകാം, നല്ലൊരു ജോലിയൊന്നുമില്ലാതെ വളരെ ഭാരപ്പെടുന്നവരുണ്ടാകും. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തെ ഒരു പുഴു ഒരു ചിത്രശലഭമാകുന്നത് പോലെ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് വരുവാൻ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത് വഴി ഏതൊരു വ്യക്തിക്കും കഴിയുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഓക്കെ, ഞാൻ വീണ്ടും കാര്യത്തിലേക്ക് വരാം. അപ്പം അതിനായിട്ട് ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് എടുത്തു ചാടി ഇപ്പം പെട്ടെന്നൊരു ആവേശം വന്നിട്ട് എനിക്കങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ പോരാ. ആ തീരുമാനിക്കുന്നതിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാനും കൂടെ കഴിയണം. അങ്ങനെ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഏതൊരു കുട്ടിക്കും ഇത് സാധ്യമാണ്. അപ്പം ഇത് സാധ്യമാണെങ്കിൽ ഇത് കേവലം ഒരു ഇൻഫർമേഷനായിട്ട് എടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിൽ അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രമാത്രം എക്സൈറ്റ്മെൻറ്റോട് കൂടി നമ്മളിതിനെ ഏറ്റെടുത്ത് നമ്മൾ ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. എന്താണ് ചെയ്യേണ്ടത്? സാധാരണയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് കൂടുതൽ പേരും ചെയ്യുന്നത് അവർ നോർത്ത് ഇന്ത്യയിലേക്കാണ് പ്രാരംഭമായിട്ട് ജോലിക്ക് പോകുന്നത്. അവർ ഡൽഹിയിൽ പോകുന്നവരുണ്ട്, മുംബൈയിൽ പോകുന്നവരുണ്ട്, കൽക്കട്ടയിൽ പോകുന്നവരുണ്ട്. ഇവിടെയൊക്കെ ചെന്ന് 3-4 വർഷം അവർ ജോലി ചെയ്യും. അപ്പോൾ എല്ലാവരും വിചാരിക്കും ശരിയാണ്, അവർക്ക് കുറച്ച് പ്രാക്ടീസൊക്കെ കിട്ടണ്ടേ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് അവർ ജോലി ചെയ്യുന്നു. ഈ ജോലി ചെയ്യുമ്പോൾ കൂടുതൽ അവർ ഹിന്ദി ഭാഷയിലായിരിക്കും അനുദിനവും ഡോക്ടർമാരും രോഗികളുമൊക്കെ ആയിട്ടും എല്ലാവരുമായിട്ടും അവർ സംസാരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ലാംഗ്വേജിലാണ്. അവരവിടെ ഇംഗ്ലീഷ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു 2-3 വർഷം കൊണ്ട് അവർക്കറിയാവുന്ന ഇംഗ്ലീഷ് പോലും നമുക്കറിയാം. 2-3 വർഷം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് അത് നമുക്കതിൻ്റെ ഫ്ലുവൻസി നഷ്ടപ്പെട്ടു പോകും. അത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസരം വരും. ഇനി മാത്രവുമല്ല, ബാംഗ്ലൂരിൽ വന്ന് പഠിക്കുന്നവരാണെങ്കിലും മംഗലാപുരത്തോ തമിഴ്നാട്ടിൽ വന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മിക്ക കുട്ടികൾക്കും അവർ നഴ്സിംഗ് പഠിച്ച് കഴിയുമ്പോൾ പോലും ഒരു സെൻറ്റൻസ് പോലും തെറ്റുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തില്ലാത്തവരാണ് 90% കുട്ടികളും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. എനിക്ക് വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് ഒരു 2-3 വർഷം ജോലി ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർ വിദേശത്ത് പോകേണ്ടതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത അല്ലെങ്കിൽ അതിനുള്ളൊരു സ്റ്റെപ്പൊക്കെ എടുക്കുന്നത്. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വായ്പയൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ളവരാകും, സാമ്പത്തിക പ്രയാസമുള്ളവരാകും. അപ്പോൾ അവർ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് കിട്ടുന്ന ശമ്പളത്തിന് ഒരു ജോലി ചെയ്ത് ലോണൊക്കെ ഒന്ന് തിരിച്ചടയ്ക്കണം, കുറച്ച് പൈസയൊക്കെ കയ്യിൽ വരണം. ഇതാണ് അവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള പരിഗണന. ഞാൻ പറയുന്നത് ശരിയാണല്ലോ. അപ്പോൾ ഒരു 3-4 വർഷം കഴിയുമ്പോഴാണ് പലരും IELTS, OET
ഇതാണല്ലോ കൂടുതൽ പേരും ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് 6ഉം 7ഉം 8ഉം പ്രാവശ്യം IELTS OET എഴുതിയിട്ടും പാസ്സാകാതെ നിൽക്കുന്നവരാണ് നല്ലൊരു ഭാഗം നഴ്സുമാരും. ഒന്നാമത്തെ ചാൻസിലും രണ്ടാമത്തെ ചാൻസിലും ഒക്കെ പാസ്സാകുന്ന വളരെ കുറച്ച് പേരുണ്ടാകാം, എന്നാൽ കൂടുതൽ പേരും. അപ്പോൾ ചിലർക്ക് വിചാരിക്കും, ശരിയാണ്, എൻ്റെ മകൾ CBSEയിൽ പഠിച്ചതാണ്, ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാം. എന്നാലും ഞാനൊന്ന് പറയട്ടെ, LKG മുതൽ CBSEയിൽ പഠിച്ച് നല്ല നഴ്സിംഗ് കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ, ഞാൻ ഒരു ഉദാഹരണം പേര് പറയുന്നില്ല, എൻ്റെ തന്നെ ഒരു ഫാമിലിയിൽ പെട്ടവരാണ്. ആ കുട്ടി ഏറ്റവും നല്ല കോളേജ് മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സിൽ പഠിച്ച കുട്ടിയാണ്. നല്ല കർണാടകയിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ ഒന്നാണ്. CBSE LKG മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച കുട്ടിയാണ്. അവരുടെ ബാച്ചിൽ നിന്നും പഠനം കഴിഞ്ഞ ഉടനെ 18 പേര് പോയി IELTS എഴുതിയിട്ട് ഈ 18 പേരിൽ ഒരാളാണ് പാസ് ഔട്ടായത്. അപ്പം CBSEയിൽ പഠിച്ചത് കൊണ്ടോ നല്ല കോളേജിൽ പഠിച്ചത് കൊണ്ടോ IELTS പെട്ടെന്ന് പാസ്സാകണമെന്നില്ല, കുറച്ച് ടഫാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് കേട്ടിട്ടുള്ളതാണ്, എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നുമില്ല, പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ചിലർ 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ബ്രൈബ് കൊടുത്തിട്ട് പോലും ഈ IELTSഉം OETയും ഒക്കെ പാസ്സാകാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു. എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ മറ്റു വ്യക്തമായിട്ടുള്ള അറിവുകൾ ആ കാര്യത്തിൽ എനിക്കില്ല. എന്നാൽ ഒന്നെനിക്കറിയാം, എത്രയോ നഴ്സുമാർ IELTS OET പഠിച്ച് പാസ്സാകുക എന്നുള്ളത് വലിയ ഒരു ബാലികേറ മലയായിട്ട് ഇപ്പോഴും അവരുടെ മുൻപിലുണ്ട്. ഇങ്ങനെ പാസ്സാകാൻ പറ്റാത്തവരാണ് നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ഇപ്പോൾ കാണുന്ന ബഹുഭൂരിഭാഗം നഴ്സുമാരും. നമ്മുടെ കേരളത്തിൽ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും അപ്പോൾ അവിടെയൊക്കെ 500ഉം 1000ഉം, വലിയൊരു ഹോസ്പിറ്റലാണെങ്കിൽ 1000ൽ കൂടുതലൊക്കെ നഴ്സുമാരുണ്ട്. അപ്പോൾ അവരിൽ മിക്കവരും വിദേശത്ത് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഈ IELTS OET എന്നുള്ള കടമ്പ അവർക്ക് പാസ്സാകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ആ സൊല്യൂഷൻ എന്താണെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞു തരുന്നതിലും എനിക്ക് താല്പര്യമുണ്ട്. പറഞ്ഞു തരിക മാത്രമല്ല, അത് വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന് അവരെ കൈപിടിച്ച് ഈ കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 23 വയസ്സാകുമ്പോൾ നല്ലൊരു വിദേശ രാജ്യത്തെത്തി 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ സാലറിയോടെ അവർക്കൊരു ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട്. അത് തുടർന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ, +2 കഴിഞ്ഞ് നഴ്സിംഗിൻ്റെ ക്ലാസ് തുടങ്ങാൻ ഏറെക്കുറെ ഒരു 6 മാസത്തോളം എടുക്കും. സാധാരണഗതിയിൽ ഈ 6 മാസം മിക്ക വിദ്യാർത്ഥികളും വെറുതെ പാഴാക്കി കളയുക, അവരൊന്നും ചെയ്യാറില്ല. അപൂർവം ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. ബഹുഭൂരിഭാഗം പേരും ഈ 6 മാസം അടിച്ചു പൊളിച്ച് പാഴാക്കി കളയുകയും കിടന്നുറങ്ങുകയും കണ്ടമാനം സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുകയും മാത്രമാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ഈ സമയം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഗ്രാമറും ഇംഗ്ലീഷ് അവർ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഈ സമയത്തെ അവർ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആ കാര്യത്തിൽ വളരെ കുറഞ്ഞ ഫീസിൽ കുട്ടികളെ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിരിക്കുന്ന മോട്ടിവേഷൻസ് അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർക്ക് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. എന്നാൽ അതോടൊപ്പം അതുകൊണ്ട് തീർന്നിട്ടില്ല. ഇപ്പം ഞാനൊരു പുതിയ കാര്യം ലോഞ്ച് ചെയ്യുന്നത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്, അത് മുന്നോട്ട് പറയാം. അത് ഏത് വിദ്യാർത്ഥിക്കും അനുവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ചെയ്യാമെങ്കിൽ ഞാൻ ഉറപ്പു തരുന്നു, 23 വയസ്സാകുമ്പോൾ തന്നെ വിദേശത്ത് പോകാം. 2 ലക്ഷവും 3 ലക്ഷവും സാലറി വാങ്ങിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഇനി വിദേശത്ത് പോകുന്നതിനും നിങ്ങൾക്ക് കാര്യമായ പണമൊന്നും മുടക്കാതെ പോകാനുള്ള അവസരമുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിദേശത്ത് കൊണ്ടുപോകാം, എനിക്ക് എന്തെങ്കിലും പണം തരണം, എനിക്ക് 1 രൂപ പോലും തരണ്ട, എനിക്ക് പണം തരുന്നതിനോ വാങ്ങിക്കുന്നതിനോ വേണ്ടി ഒന്നും പറയുന്നതല്ല. നിങ്ങൾക്കിപ്പോൾ സൗജന്യമായിട്ട് പോലും വിദേശത്തേക്ക് പോകാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ, നഴ്സിംഗ് കോളേജിൽ ചേർന്ന് കഴിയുമ്പോഴും ദിവസം ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ഭാഷാ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. പ്രത്യേകിച്ച് ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ധാരാളം സമയമുണ്ട്.
BSc നഴ്സിംഗ് പഠിക്കുന്നത് പോലെ അത്രയും പഠനത്തിന് ടഫല്ല, ലളിതമായിട്ട് പഠിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ 1 മണിക്കൂറല്ല, ഒരു 2-3 മണിക്കൂർ വേണമെങ്കിലും നിങ്ങൾക്ക് ഭാഷാ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഒരുപക്ഷെ നിങ്ങൾ രാത്രി അല്പം ലേറ്റായിട്ട് ഉറങ്ങുക, രാവിലെ അല്പം നേരത്തെ എഴുന്നേൽക്കുക. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ നമുക്കൊരു വലിയ കാര്യം സാധിക്കണമെങ്കിൽ ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഒരല്പം ത്യാഗമില്ലാതെ ഒരു കാര്യവും സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ 1 മണിക്കൂർ, പക്ഷെ 1 മണിക്കൂറല്ല 2-3 മണിക്കൂർ ഭാഷാ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാമെങ്കിൽ അത് എക്സലൻ്റ് ആണ്. എന്നാൽ ചുരുങ്ങിയ പക്ഷം 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു 5 മുതൽ 10 വരെ പുതിയ വാക്കുകൾ, അത് നിങ്ങളൊരു ശീലമാക്കണം. അത് ഇപ്പോഴും നിങ്ങളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് മാറരുത്. എന്തു വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 5 പുതിയ വാക്കെങ്കിലും പഠിക്കണം. എന്താ അത് പറ്റത്തില്ലേ? വെറുതെ പറഞ്ഞാൽ പോരാ, ഒരു തീരുമാനമെടുക്കണം, ഉറച്ച തീരുമാനമെടുക്കണം. ഞാൻ ഇന്നു മുതൽ അത് ചെയ്യും, അപ്പം അതിന് മാറരുത്. എന്നാൽ ഈ കുറേ വാക്കുകൾ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ ഇംഗ്ലീഷ് ഫ്ലുവൻസി വരാനോ IELTS പാസ്സാകാനോ പറ്റത്തില്ല. ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ബ്രിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടിക, എന്നാൽ കുറേ ഇഷ്ടിക കൂട്ടിയിട്ടത് കൊണ്ട് മാത്രം ഒരു കെട്ടിടം ഉണ്ടാകത്തില്ല. അപ്പം അതിന് മറ്റു കുറേ കാര്യങ്ങൾ കൂടി വേണമല്ലോ. എന്ന് പറയുന്നത് പോലെ വാക്കുകൾ എത്ര പഠിക്കുന്നുവോ അത്രയും നല്ലതാണെങ്കിലും അപ്പം അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പഠിക്കുന്നതിന് ഏറ്റവും നല്ല ഫാക്കൽറ്റികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് വളരെ ഓൺലൈനായിട്ട് തന്നെ, ഓൺലൈനിലും ഓഫ്ലൈനിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് ഞങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ, അതൊരു ഏറ്റവും നല്ല നിലയിൽ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്ന കാര്യം ചെയ്തു തരാം. അപ്പം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വിവിധ ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സിംഗ് സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുണം. കാരണം കേരളത്തിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാൻ പോകുന്ന ധാരാളം കുട്ടികൾ ഭാഷാ പ്രാവീണ്യം കുറവായതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ കാര്യം ചെയ്യാമെങ്കിൽ നിങ്ങളുടെ നഴ്സിംഗ് പഠനം എക്സലൻ്റ് ആയിത്തീരും. മാത്രമല്ല നിങ്ങൾക്ക് ഇതുവഴി ഒരു ഉറക്കം തൂങ്ങി പഠിക്കാതെ നല്ല ഒരു ആത്മവിശ്വാസത്തോടെ, കോൺഫിഡൻ്റ് ആയിട്ട്, നല്ലൊരു ലക്ഷ്യബോധത്തോടെ പഠിച്ചു വരാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ലക്ഷ്യമുണ്ടാകും. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞ് 2 വർഷം ഇത്തരം നല്ല, ഏറ്റവും നല്ല, ഈ കേരളത്തിൽ കിട്ടാവുന്നതിൽ കുറിച്ച് വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് കോഴ്സുകൾ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ്, നിങ്ങൾക്കൊരു ഫോറിനറെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന അത്രയും പ്രാവീണ്യം ലഭിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ തക്കവണ്ണം കഴിയും. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ 2 വർഷം ഇങ്ങനെ ആകുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന IELTS അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ OET കോച്ചിങ്ങും, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് IELTS വേണോ OET വേണോ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഈ IELTS or OETയുടെ കോച്ചിങ്ങും സാധാരണ നമുക്കറിയാം 2-3 മാസം ഇതാണ് കൂടുതൽ കുട്ടികളും ഈ IELTS കോച്ചിങ്ങിന് പോകുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് തരാം. അതൊരു സാധാരണ കോച്ചിങ് അല്ല, ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള കോച്ചിങ്. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പറയുന്നു, ഇത് നടക്കുമെന്ന് ആർക്കറിയാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നടത്തി തരുവാണെങ്കിൽ എനിക്കറിയാം, എനിക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ അതുവഴി കഴിയും. എന്നാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാതിരുന്നാൽ ഉയരങ്ങളിലേക്കല്ല, താഴ്ചയിലേക്കാണ് പോകാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഈ പറയുന്നത് ചെയ്തു തരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആശങ്ക വേണ്ട. 100% അതെൻ്റെ ഒരു പ്രോമിസാണ്, ഞാനത് ചെയ്തു തരാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ കാര്യം ആത്മാർത്ഥമായിട്ട് ഉത്തരവാദിത്വത്തോടെ
ഒരു എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ ഈ തീരുമാനം എടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്ന ഏത് കുട്ടിക്കും IELTS അല്ലെങ്കിൽ OET അവരുടെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകാൻ കഴിയും. ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് അത് കഴിയുന്നില്ല, പ്രയാസമാണെന്നിരിക്കട്ടെ, അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരുന്നവർക്കായിട്ട് മറ്റൊരു കാര്യം കൂടി, നിങ്ങളുടെ നഴ്സിങ്ങിൻ്റെ ക്ലാസ് കഴിയുന്നു, ഫൈനൽ എക്സാം കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കിട്ടി, നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടി, നിങ്ങളുടെ നഴ്സിംഗ് രജിസ്ട്രേഷനൊക്കെ നടക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ഏറെക്കുറെ ഒരു 3 മാസത്തിന് മുകളിലൊക്കെ സമയമെടുക്കുമല്ലോ. ഇപ്രകാരം നിങ്ങൾ നിങ്ങളുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും രജിസ്ട്രേഷനും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം ഒരു 3 മാസം നിങ്ങൾക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഫുൾ ടൈം IELTS OET കോച്ചിങ്. അപ്പോൾ അത് നമുക്ക് ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ ആ സമയത്തൊരു 3 മാസത്തെ വീണ്ടും അഡീഷണൽ ആയിട്ടൊരു കോച്ചിങ് കൂടി തരാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന ഏവർക്കും മനസ്സിലാകും, ഇത്രയും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തു തരികയും വിദ്യാർത്ഥികൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യം ലഭിക്കും, നഴ്സിംഗ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ കഴിയും, അതോടൊപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ IELTS അല്ലെങ്കിൽ OET പാസ് ഔട്ടാകാനും കഴിയും, നല്ല സ്കോർ വാങ്ങിച്ച് തന്നെ പാസ് ഔട്ടാകാൻ കഴിയും. അപ്പോൾ ഇപ്രകാരം ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം തരുന്നതിനും നിങ്ങൾ അതിൻ്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ പേയ്മെൻറ്റ് മാത്രം ആ സമയത്ത് തന്നാൽ മതി. അപ്പോൾ അതൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ് മാത്രം തന്നാൽ മതി. കോച്ചിങ് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകി തരാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ പലരും ചിന്തിക്കും, ഇതെല്ലാം ചെയ്യണമെങ്കിൽ വലിയൊരു പണച്ചെലവ് വരുമല്ലോ. തീർച്ചയായിട്ടും വലിയൊരു പണച്ചെലവ് വരാവുന്ന കാര്യമാണ്. എങ്കിലും എനിക്കൊരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ ഒരു സത്വർത്തമാനം നിങ്ങളെ അറിയിക്കുവാൻ താല്പര്യമുണ്ട്. അത് ഞങ്ങൾ വഴി ആദ്യം അഡ്മിഷൻ എടുക്കുന്ന ഈ വർഷത്തെ, ഇനിയും ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 250 കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് പഠനം തികച്ചും സൗജന്യമായിട്ട്, നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് 1 രൂപ പോലും തരാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. എന്താ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമോ? ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അത് കുറേ കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, കുറേ കൂടി മികച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മറ്റൊരു ഭാഷ കൂടി പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിലേക്കായിട്ട് ഏറ്റവും നല്ലത് ജർമ്മൻ ഭാഷ കൂടി പഠിക്കുന്നതാണ്. അപ്പോൾ പലരും വിചാരിക്കും, ജർമ്മൻ ഭാഷ പഠിക്കുന്നത് വളരെ ടഫാണല്ലോ, അത് പഠിക്കാൻ പോയിട്ട് വളരെ കുറച്ച് പേരല്ലേ പാസ്സാകുന്നുള്ളൂ. ഒരു കണക്കിന് അത് ശരിയാണ്. എന്നാൽ ടഫായിട്ടുള്ള കോഴ്സുകളൊക്കെ കുട്ടികൾ പഠിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തത്? നീറ്റ് എക്സാം വളരെ ടഫല്ലേ? 24 ലക്ഷം കുട്ടികൾ എഴുതിയിട്ട് 1 ലക്ഷത്തിൽ പേർക്കല്ലേ MBBS അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. എന്നിട്ട് ടഫാണെന്ന് പറഞ്ഞ് കുട്ടികൾ പഠിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? അപ്പം അതുപോലെ സിവിൽ സർവീസ് എക്സാം എത്രമാത്രം ടഫാണ്. അത് ടഫാണെന്ന് പറഞ്ഞ് കുട്ടികൾ പഠിക്കാതിരിക്കുകയാണോ? ഓരോ വർഷവും കൂടുതൽ അതിന് ഉദ്യോഗാർത്ഥികൾ മുന്നോട്ട് വരികയല്ലേ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷ, എത്രയോ പരീക്ഷകൾ വളരെ ടഫാണ്. അപ്പോൾ ഈ ടഫാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, ടഫാണെങ്കിലും ഞാനതിനു വേണ്ടി പരിശ്രമിക്കും, ഞാനതിന് വിജയിക്കും, അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഈ നഴ്സിംഗ് പഠിക്കുന്ന, ജനറൽ നഴ്സിംഗ് പഠിക്കുന്ന 3 വർഷം നിങ്ങൾക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് 2-3 മണിക്കൂർ വേണമെങ്കിൽ ഒരു ദിവസം ഭാഷാ പഠനത്തിനായിട്ട് മാറ്റിവെക്കാമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് 2-3 മണിക്കൂറൊക്കെ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക്
ജർമ്മൻ ലാംഗ്വേജ് കൂടെ പഠിക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജർമ്മൻ ലാംഗ്വേജ് സത്യത്തിൽ നിങ്ങളാരും വിചാരിക്കുന്ന അത്ര ടഫല്ല. ഈ തോൽക്കുന്നു എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ പോലും അവരും 60% ജയിക്കുന്നതിന് വേണ്ട മാർക്ക്. തോറ്റുപോകുന്ന പല വിദ്യാർത്ഥികൾക്കും 54%, 56%, 58% ഒക്കെ മാർക്ക് ലഭിക്കുന്നുണ്ട്. അവരാരും ഒന്നും മാർക്ക് ലഭിക്കാതെ, ഒട്ടും മാർക്ക് ലഭിക്കാതെ തോറ്റുപോവുകയല്ല. ചെറിയ മാർക്കിനാണ് കൂടുതൽ പേരും തോൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഈ ഗോയിത്ത എക്സാം ഒക്കെ മനഃപൂർവ്വമായിട്ട് തോൽപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പഠിച്ചിറങ്ങിയ പല കുട്ടികളും ഫസ്റ്റ് ചാൻസിൽ തന്നെ 4 മോഡ്യൂൾസും പാസ് ഔട്ട് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആ കുട്ടികളെ ഞാൻ നോക്കിക്കഴിയുമ്പോൾ അവരതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പം നിങ്ങൾക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സമയം മാറ്റിവെച്ച് പഠിക്കേണ്ടതായിട്ടുള്ള കുറേ മെത്തേഡുകളുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ആ മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് 2-3 മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമയമാണ്. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ A1 സാധാരണ ഒരു 1.5 മാസം കൊണ്ട് പഠിക്കുന്നതാണ്. നിങ്ങൾ 1 വർഷം എടുത്ത് പഠിച്ചാൽ മതി. അപ്പോൾ A1 പഠിക്കാൻ വേണ്ടി 1 വർഷം എടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും A1 നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എന്നിട്ട് ആ A1-ലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 90-95% മാർക്ക് സ്കോർ ചെയ്യുന്ന പോലെ നിങ്ങൾ പഠിക്കണം. കഴിയുമെങ്കിൽ നിങ്ങൾ A1-ൻ്റെ ഗോയിത്ത എക്സാം കൂടി എഴുതി പാസ് ഔട്ട് ആകണം. അങ്ങനെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് A1, 2ാമത്തെ വർഷം നിങ്ങൾക്ക് A2, 3ാമത്തെ വർഷം നിങ്ങൾ B1. അപ്പം അങ്ങനെ പേരും നിങ്ങൾക്ക് പഠിക്കാം. അപ്പം അങ്ങനെ പഠിച്ചാൽ ഈ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് A1, A2, B1 വളരെ നന്നായിട്ട് പഠിച്ചെടുക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും എൻ്റെ ഈ ആശയത്തോട് യോജിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും B2 പഠിക്കണ്ടേ? അപ്പോൾ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ B2 പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള രജിസ്ട്രേഷനൊക്കെ ഉള്ള 3 മാസം, ആ 3 മാസം നമുക്ക് B2 പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. ഇനി അതല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനോടകം തന്നെ B2 പാസ്സാകാൻ പറ്റും. ഇനി അതല്ല, നിങ്ങളൊരു ഓർഡിനറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു B1 ലെവൽ വരെ എന്ത് ചെയ്യാം, നഴ്സിംഗ് പഠിക്കുന്ന 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. എന്നിട്ട് B2 നമുക്കൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ട് മോർണിംഗ് ടു ഈവനിങ് ഫുൾ ടൈം മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ അവിടെ താമസിച്ച് ആ ഒരു 3 മാസം നിങ്ങൾ വീട്ടിൽ പോലും പോകരുത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നവരിത് മുന്നോട്ട് വന്നാൽ മതി. അപ്പോൾ അതല്ലാതെ എനിക്കതൊന്നും പറ്റത്തില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് പെയിൻ എടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുവാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ജർമ്മൻ ഭാഷയും നിങ്ങളുടെ നഴ്സിംഗ് പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതിന് കഴിയും. അപ്പം നിങ്ങൾ ചോദിക്കും, ആര് പഠിപ്പിക്കും? ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഞങ്ങൾ ഏറ്റവും നല്ല ഫാക്കൽറ്റികളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കോച്ചിങ് തരാൻ പറ്റും. ഓക്കെ, അതിനും നിങ്ങൾക്ക് ആദ്യത്തെ 250 കുട്ടികൾക്ക് ഞങ്ങൾ നിങ്ങളെ തികച്ചും സൗജന്യമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് ഞങ്ങൾ വഴി അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 250 ജനറൽ നഴ്സിംഗ് കുട്ടികൾക്ക് ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ട് 1 രൂപ പോലും നിങ്ങൾ തരണ്ട. B2 പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് പേ ചെയ്യണം. ബാക്കി കോഴ്സിൻ്റെ ഫീസായിട്ട് 1 രൂപ പോലും തരണ്ട. അപ്പം അങ്ങനെ നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കാം. ഇത് വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല. ഈ പറയുന്ന വാക്ക് പാലിച്ചു കഴിയുമ്പോഴാണ് ഞങ്ങൾക്കും ഇതൊരടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് പ്രയോജനമാകുന്ന, ആയിരക്കണക്കിന് കുടുംബങ്ങളെ കരം പിടിച്ചുയർത്താൻ പറ്റിയ ഒരു അതിനൂതനമായിട്ടുള്ള ആശയമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്.
അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞങ്ങൾ വഴി നല്ല കോളേജിൽ നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കേൾക്കുന്നവരെ കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, അപ്പം ഞങ്ങൾ വഴി നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുമ്പോൾ എന്തെങ്കിലും അമിത ലാഭമൊക്കെ എടുത്ത് പൈസ കൂട്ടി വാങ്ങിച്ച് ഇതിന് പഠിപ്പിക്കാൻ വേണ്ടുന്ന ഫീസൊക്കെ അതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പല കോളേജുകളിലും പകുതിയിലധികം ഒക്കെ സീറ്റ് ഫില്ലായിട്ടുണ്ട്. ആ ബാക്കി കുട്ടികൾ എത്രയാണോ ഫീസ് അടച്ചിട്ടുള്ളത് ആ ഫീസ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. നിങ്ങളോട് വല്ലാതെ ഒരു രൂപ പോലും എക്സ്ട്രാ വാങ്ങിക്കത്തില്ല. ഇപ്പോൾ ഒരു കോളേജിലും കുറേയെങ്കിലും സീറ്റ് ഫില്ലാകാതെ ഒരു കോളേജും ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിരവധി കൊല്ലം മറ്റു കുട്ടികൾ എത്ര ഫീസ് അടച്ചോ ആ ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഒരു രൂപ പോലും എക്സ്ട്രാ അടയ്ക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് എനിക്കതിനുള്ള വഴികളുണ്ട്. തീർച്ചയായിട്ടും ആ വഴികളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമവിധേയമായിട്ടുള്ള വഴികൾ മാത്രമാണ്, അല്ലാത്ത ഒരു വഴിയുമല്ല. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. 100% ഞാനത് ചെയ്തു തരാം. മാത്രവുമല്ല, ഞാൻ വഴി നിങ്ങൾക്ക് നഴ്സിംഗ് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഒരാശങ്കയും കൂടാതെ, അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞ 2-3 വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോകൾ കൂടിയൊക്കെ കാണണം. മാത്രമല്ല, നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇത്രയും നല്ലൊരു ആശയം അത് കേരളത്തിൽ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് നിങ്ങളാണ് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആകേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും നല്ല കമൻറ്റുകൾ കൊടുക്കണം. നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് പരമാവധി ഇത് ഷെയർ ചെയ്യണം. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ആശയം ഏറ്റവും പ്രയോജനപ്പെടുന്നത് ആർക്കാണെന്നറിയാമോ? ഇപ്പം +2 പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ അവർക്ക് അവരുടെ +2 എക്സാം കഴിയാതെ, അതുപോലെ ഇപ്പം +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, അപ്പം അവർക്കൊക്കെ ഈ ആശയം ഇപ്പോൾ തന്നെ ഏറ്റെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ പലരും വിചാരിക്കും, ഓ എൻ്റെ മകൾ +2 അല്ലേ, എങ്ങനെയാണ് 1 മണിക്കൂർ മാറ്റി വെക്കുന്നത്? എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഈ 1 മണിക്കൂർ മാറ്റി വെക്കുക ഏത് കുട്ടിക്കും സാധിക്കും. ഒന്നെങ്കിൽ അല്പം ലേറ്റായിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ അല്പം നേരത്തെ എഴുന്നേൽക്കുക. അല്ലെങ്കിൽ തന്നെ ഒരു വർഷം നമുക്കറിയാം 180 200 ദിവസമാണ് അധ്യാപനം നടക്കുന്നത്. 365 ദിവസത്തിൽ ഏറെക്കുറെ പകുതി ദിവസങ്ങളോളം ആ ക്ലാസ്സുകളില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മുടെ ഒരു കുട്ടിയും ക്ലാസ്സിൽ പോകുന്നത് പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കുന്നുണ്ടോ? വളരെ അപൂർവമായിട്ട് ആരെങ്കിലും കാണും. ബഹുഭൂരിഭാഗം കുട്ടികളും അങ്ങനെ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഈ 1 മണിക്കൂർ മാറ്റി വെക്കാൻ ഏതൊരു കുട്ടിക്കും കഴിയും. എന്നാൽ ഈ കഴിയുന്നില്ല, പറ്റത്തില്ല എന്ന് പറയുന്ന ധാരാളം കുട്ടികളും മാതാപിതാക്കളും ഉണ്ടാകും. എന്നാൽ അങ്ങനെ പറയുന്ന പല കുട്ടികളും അവർക്ക് സംഭവിക്കുന്നത്, ഈ വർഷം തന്നെ എനിക്കറിയാം +2 നല്ല മാർക്കുള്ള കുട്ടികൾ, നന്നായി പഠിക്കുന്നവർ, ഈവൻ ഒരു 80% 90% മാർക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾ, അപ്പോൾ അവർ റിസൾട്ട് വന്നപ്പോൾ അവർ മാത്തമാറ്റിക്സിന് ഫെയിലായിട്ടുള്ളവരുണ്ട്, 1 മാർക്കിനൊക്കെയാണ് ഫെയിലായത്. എനിക്ക് ഒരു കുട്ടിയുടെ കാര്യം വ്യക്തമായിട്ട് അറിയാം. 1 മാർക്കിന് മാത്തമാറ്റിക്സ് ഫെയിലായി, എഴുതിയിട്ട് വീണ്ടും ഫെയിലായി. എന്നിട്ടിപ്പം അലറിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം ഞങ്ങളിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത്, നിങ്ങൾ ദിവസം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ, അത് 10ാം ക്ലാസ്സിലുള്ള കുട്ടിയാകാം, +1 സ്റ്റുഡൻ്റ് ആകാം, ഇപ്പം +2 പഠിക്കുന്ന കുട്ടിയാകാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ, അത് 10th ആണെങ്കിലും +1 ആണെങ്കിലും +2 ആണെങ്കിലും, നിങ്ങൾക്ക് അവിടെയും നല്ല സ്കോറോടെ, ഉയർന്ന മാർക്കോടെ നിങ്ങൾക്ക് +2 പാസ്സാകാനും, നിങ്ങൾക്ക് +1 പാസ്സാകാനും, നിങ്ങൾക്ക് 10th ബോർഡ് എക്സാം പാസ്സാകാനും ഞങ്ങൾ നല്ല ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് അവസരം തരാം. എന്താ, ഇതൊരു നല്ല ആശയമല്ലേ?
തീർച്ചയായിട്ടും നല്ലൊരു ആശയമാണ്. നിങ്ങൾ ഈ ആശയം കഴിയുന്നത്ര കേരളത്തിലെ എല്ലാ പൊതുസമൂഹത്തിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജും +2 കഴിഞ്ഞിട്ടല്ല, 10ാം ക്ലാസ് മുതൽ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം A1 മാത്രം പഠിച്ചാൽ മതി. +1 പഠിക്കുമ്പം നിങ്ങൾക്ക് A2 പഠിക്കാം. +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് B1 പഠിക്കാം. അപ്പം അതിനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ അവസരങ്ങളുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും നഴ്സിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി വീണ്ടും ഒന്ന് ആവർത്തിക്കാമെങ്കിൽ നിങ്ങൾക്ക് എത്രയോ മികച്ച നിലയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പം ഞാൻ അത്ഭുതപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ കേരളത്തിൽ മറ്റാരുടെയും തലയിൽ വരാതിരുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇത്രയും നല്ല അവസരങ്ങളുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഈ ആശയം മറ്റാരും ഒരു പൊതുസമൂഹത്തോട് അറിയിക്കുന്നില്ല, മറ്റാരും ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് കാര്യമായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ഒന്നും തന്നെ ഇല്ല. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചിന്തയും എൻ്റെ സമയം ഞാൻ കൂടുതൽ ചിലവഴിക്കുന്നത് ഇങ്ങനെ 100 കണക്കിന് നല്ല ആശയങ്ങൾ എൻ്റെ പക്കലുണ്ട്. അത് ഞാൻ 1 by 1 ആയിട്ട് സമയമനുസരിച്ചെന്നല്ല, ഓരോ കാര്യത്തിനും ഈ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് അനുസരിച്ച് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. അപ്പം അതുപോലെ മറ്റൊരു കാര്യമാണ്, കേരളത്തിലെ യുവതലമുറകൾ മദ്യം, മയക്കുമരുന്ന്, അസന്മാർഗിക കാര്യങ്ങൾ. ഞാനൊരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഞാൻ ഈ സൗജന്യമായിട്ട് ഇത്തരം കോഴ്സുകളൊക്കെ കൊടുക്കുന്ന കുട്ടികൾ, ഞാനത് എല്ലാവർക്കും കൊടുക്കത്തില്ല. ഈ മദ്യവും മയക്കുമരുന്നും അസന്മാർഗിക കാര്യങ്ങളും അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ആ ഉറപ്പ് തരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സൗജന്യ സേവനങ്ങളൊക്കെ ഞാൻ കൊടുക്കത്തുള്ളൂ. ഞാനിതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയല്ല. ഓക്കെ, ഓഫ് കോഴ്സ് എനിക്കതിൽ നിന്നൊരു സാമ്പത്തിക ബെനിഫിറ്റ് വേണം, ഇല്ലാതെ എനിക്ക് മുഴുവൻ ചാരിറ്റി ചെയ്യാൻ പറ്റത്തില്ല, ശരിയാണ്. എന്നിരുന്നാൽ പോലും ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യത്തില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ സൗജന്യ കോഴ്സുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ മദ്യം, മയക്കുമരുന്ന്, പുകവലി, ഇത്തരത്തിലുള്ള മറ്റ് അനാശാസ്യ കാര്യങ്ങൾ, ഇതിലൊന്നും ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഈ അവസരം ലഭ്യമാകത്തില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നിങ്ങളൊരു നല്ല മനുഷ്യനാകണം. ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ ജാതി ഏതാകട്ടെ, മതം ഏതാകട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം ഏതാകട്ടെ, അതൊന്നും പ്രശ്നമല്ല. എന്നാൽ നിങ്ങളൊരു നല്ല മനുഷ്യനാകണം. അപ്പം ആ ഒരു നല്ല മനുഷ്യനാകുന്നതിന് കൂടി എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് കൂടെ നിന്ന് നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൂടി തരണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടി അങ്ങനെ ഒരു താല്പര്യമുള്ളവർ, നിങ്ങളുടെ കുട്ടികൾക്ക് പലരും, നിങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി കഷ്ടത്തിൽ കൂടി, ദുഃഖത്തിൽ കൂടി, പ്രയാസത്തിൽ കൂടി, കടഭാരങ്ങൾ കൂടി ഒക്കെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ സഹായിക്കണം, കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് വരണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നമ്മുടെ ഈ പൊതുസമൂഹത്തെ ഒക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് കൈയോട് കൈകോർത്ത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഞാൻ വഴി അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു കുട്ടിയും ഈ അസന്മാർഗികമായ കാര്യങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, മറ്റ് കാര്യങ്ങളൊന്നും, ഇപ്പം അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ ആരും തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ളവരൊന്നും എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. നിങ്ങളതിന് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന മറ്റെത്രയോ ആളുകളുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാം. ഒരിക്കലും നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക പോലും നിങ്ങൾ ചെയ്യണ്ട. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് 10ാം ക്ലാസ് മുതൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ +2 കഴിഞ്ഞു നിൽക്കുന്നവർക്ക് മാത്രമല്ല, എന്നെ കേൾക്കുന്ന പലരും, നിങ്ങൾക്ക് 22, 23, 24 വയസ്സായി, എന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലിയില്ല, നല്ലൊരു കരിയറില്ല, നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ നഴ്സിംഗ് പഠിക്കാം. നിങ്ങൾ കല്യാണം കഴിഞ്ഞു, 1 2 കുട്ടികളുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ജോലിയില്ല, അല്ലെങ്കിൽ 10 28 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നവരാണ്,
അപ്പം അങ്ങനെ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളിങ്ങനെ ഒരു നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശേഷിക്കുന്ന ജീവിതകാലം ഒരു രാജ്ഞിയെപ്പോലെ ജീവിക്കാം. അപ്പോൾ അതല്ലേ നല്ലത്? നിങ്ങളിതൊക്കെ ഒന്ന് ആഴമായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണം ഇതിനെ വൈറലാക്കുവാൻ, ഇതിനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുവാൻ. ഇനി നിങ്ങൾക്ക് പണമില്ലെന്നിരിക്കട്ടെ, ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കും പോലെ ഒത്തിരി പണം വേണ്ട. പല മാതാപിതാക്കളും വിചാരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കണമെന്നാണ്. എന്നാൽ അത്രയൊന്നും പണം വേണ്ട. നിങ്ങൾക്ക് ഒരു 50,000 രൂപ മുടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ബാക്കിയൊക്കെ നിങ്ങൾക്ക് ബാങ്കിൽ ഉണക്ക് ലഭിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നിങ്ങളിൽ പലരും ചിന്തിക്കും അത് അങ്ങനെയൊന്നുമല്ല. കോളേജിൽ വന്നു കഴിയുമ്പോൾ കോളേജുകാർ പല കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് എക്സ്ട്രാ എമൗണ്ട് വാങ്ങിക്കും. ഇങ്ങനെ പല രീതിയിലും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും എക്സ്ട്രാ എമൗണ്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾക്കൊരു 50,000 രൂപ മുടക്കാനുണ്ടോ? നിങ്ങൾക്കൊരു സാധാരണ നഴ്സിംഗ് കോളേജിൽ വന്ന് പഠിച്ച് ഒരു 23 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് ജോലി ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി മികച്ച ഒരു മെഡിക്കൽ കോളേജിലൊക്കെ വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ 1 ലക്ഷമോ 1.5 ലക്ഷമോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരാം. ബാക്കി എമൗണ്ട് നിങ്ങൾ ലോണും ഒക്കെ എടുത്ത് നിങ്ങളുടെ ഈ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. ഓക്കെ, ഇനിയും എങ്ങനെയാണ് ഈ 23-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന 2 ലക്ഷം 3 ലക്ഷം രൂപ സാലറി കിട്ടുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അതിന് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ IELTS അല്ലെങ്കിൽ OET പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ B2 ലെവൽ പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജർമ്മൻ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അതാണിപ്പോൾ ഏറ്റവും നല്ലത്. കാരണം ജർമ്മനിയിൽ പോകുന്നതിന് നിങ്ങൾ 1 രൂപ പോലും കയ്യിൽ നിന്ന് മുടക്കണ്ട. ഈ ലാംഗ്വേജ് പഠിക്കേണ്ട പണം മാത്രം മുടക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് പോകേണ്ട അതിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ജർമ്മനിയിലെ ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിനുവേണ്ടിയും തികച്ചും സൗജന്യമായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ എനിക്ക് 1 രൂപ പോലും തരണ്ട. അപ്പോൾ എത്ര നല്ലൊരു അവസരം. നിങ്ങൾ എത്ര പാവങ്ങളാണെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ ഒരു പുറംപോക്കിന് കുടില് കെട്ടി താമസിക്കുന്ന, അങ്ങനെ അത്രയും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു നല്ല തീരുമാനം എടുക്കുക. ഏറ്റവും നല്ലത് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് കൂടെ പഠിക്കുന്നതാണ്. ഇനി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഓസ്ട്രിയ, ബെൽജിയം, സ്വിറ്റ്സർലാൻഡ്, ലക്സംബർഗ് ഇങ്ങനെയുള്ള ജർമ്മൻ സംസാരിക്കുന്ന ഒട്ടനവധി രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും. അനന്തമായിട്ടുള്ള അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി നിങ്ങളിങ്ങനെ പഠിച്ചു ഒരു 23 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശമ്പളം കിട്ടുന്നത്, നിങ്ങൾ ഇപ്പോൾ തന്നെ അത് സ്വപ്നം കാണണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ ജീവിതത്തിൽ അനന്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി തരാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നിങ്ങളിത് വീഡിയോ കേട്ടു, നിങ്ങൾ എത്രയോ ഇൻഫർമേഷൻ ഓരോ ദിവസവും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ചെവിയിലും ഒക്കെ എത്തുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾ ഇതിനെ ഏറ്റെടുത്താൽ പോരാ, മറിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കാര്യമാകണം. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങളിതിനെ എത്തിക്കണം. നിങ്ങൾ ആ ഒരു ഉറച്ച തീരുമാനം ഇപ്പോൾ തന്നെ ഏറ്റെടുക്കണം. ഒരു പക്ഷേ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നിങ്ങളുടെ മുൻപിൽ വരാം. എന്ത് തടസ്സം വരട്ടെ, ഞാനൊരു തീരുമാനം എടുത്താൽ ഏത് തടസ്സം വന്നാലും ഞാൻ ആ തടസ്സത്തെ അതിജീവിക്കും, ഞാൻ അതിനെ തട്ടി മാറ്റും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ വേണം നിങ്ങളിനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എഴുന്നേൽക്കുവാൻ. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാമോ? നിങ്ങൾ എത്രമാത്രം പ്രയാസത്തിൽ കൂടി പോകുന്നവരാണെങ്കിലും, എത്ര പ്രതിസന്ധികളിൽ കൂടി പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർന്നു വരാൻ കഴിയും. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഇനി പല മാതാപിതാക്കളും പറയുന്നത് കേൾക്കുന്നു, എൻ്റെ കുട്ടിക്ക് നഴ്സിംഗ് പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഈ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു 1000 കുട്ടികളെ നിങ്ങൾ എൻ്റെ അടുത്ത് എത്തിക്കാമെങ്കിൽ അപ്പം അതിലൊരു 500-600 പേരെ ഞാൻ താല്പര്യപ്പെടുത്തി തരാം. ഒന്നും അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് താല്പര്യപ്പെടുത്തുകയല്ല. അപ്പം അവരോട് അവസരങ്ങളും കാര്യങ്ങളും ശരിയായ വിധത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി.
പല തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ഒട്ടനവധി കുട്ടികൾ എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ താല്പര്യമില്ലെന്ന് പറയുന്ന എത്രയോ കുട്ടികളെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം പൊതുസമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളൊരു ധാരണ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പഠിപ്പിക്കണം. മാതാപിതാക്കൾ ഒരിക്കലും കുട്ടിയെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. കരിയർ കൗൺസിലിംഗ് നടത്തുന്നവരും മറ്റു വിധത്തിലുള്ള കൗൺസിലിംഗ് നടത്തുന്നവരും വിദ്യാഭ്യാസ വിദഗ്ധരും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും കുട്ടിയെ ഒരു കോഴ്സ് പഠിപ്പിക്കുവാൻ വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. കുട്ടിക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുവാൻ അനുവദിക്കണം. ഞാൻ അതിനോടൊരു 90% യോജിക്കുന്നുണ്ടെങ്കിലും 10% വിയോജിക്കുകയാണ്. അപ്പം എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളെ കുറിച്ചുള്ള ഒരു സർവേ നടത്താമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും 50% കൂടുതൽ കുട്ടികളും ഇഷ്ടപ്പെട്ട് പഠിച്ചവരല്ല. അപ്പം അവരെ പലരും നിർബന്ധിച്ച്, ഒരുപക്ഷെ അവരുടെ അമ്മയാകാം, അപ്പനാകാം, അങ്കിളാകാം, ആൻറ്റി ആകാം, ചർച്ചിലെ പാസ്റ്ററാകാം, പള്ളിയിലെ അച്ഛനാകാം, ഇപ്പം അങ്ങനെ ആരുമാകാം, ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഒരു 50% കുട്ടികളും നഴ്സിംഗ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴവരോട് ചോദിക്കണം, അങ്ങനെ നിങ്ങളെ മറ്റൊരാൾ ഫോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് പഠിപ്പിച്ചു, ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പം അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ 100% പേരും പറയും, എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു, അങ്ങനെ ഒരാൾ എന്നെ നിർബന്ധിക്കുവാൻ അന്ന് ഉണ്ടായത് കൊണ്ട് ഇന്ന് എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അപ്പം നിങ്ങൾ മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അല്പം നിർബന്ധിച്ച് നഴ്സിംഗ് പഠിപ്പിച്ചാലും തീർച്ചയായിട്ടും, ഇനി പല കുട്ടികൾക്കും ബ്ലഡ് കണ്ടാൽ തല കറങ്ങും, ബോധം കെടും, അങ്ങനെ പറഞ്ഞ ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ ഒരാൾ പോലും തല കറങ്ങിയിട്ടില്ല. ഇതൊക്കെ ഒരു വെറുതെ ഒരു മിഥ്യാധാരണകളാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഈ നഴ്സിംഗ് പഠിക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കുട്ടികൾക്കായിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകമായ ചില വെബിനാറുകളൊക്കെ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വെബിനാറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തരും. ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, എത്ര പറഞ്ഞാലും തീരാത്ത പോലെ എനിക്ക് പറയാനുള്ള ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്, നിങ്ങളൊരു ജനറൽ നഴ്സിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആകാൻ വേണ്ടി പോലും പോയിട്ട് കഴിയും. ഇപ്പം എത്രയോ കുട്ടികൾ അവർ BEd പഠിച്ചിട്ടുണ്ട്, എന്നിട്ടൊരു ജോലി ഇല്ലാതെ നോക്കി നിൽക്കുകയാണ്. ഇനി നമ്മുടെ കേരളത്തിലുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അപ്പം അത് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എനിക്ക് വ്യക്തമായി അതിന് തെളിവ് തരാൻ പറഞ്ഞാൽ എനിക്കതിൻ്റെ തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. അതായത് നമ്മുടെ കേരളത്തിൽ ഒരു എയ്ഡഡ് സ്കൂളുകളിൽ ഒരു അധ്യാപകനോ അധ്യാപികയായിട്ട് നിയമനം ലഭിക്കണമെങ്കിൽ ഒരു LP സ്കൂളിൽ 40 ലക്ഷം രൂപ, ഒരു ഹൈസ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു 50 ലക്ഷം, 75 ലക്ഷം രൂപ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു നിയമനം ലഭിക്കണമെങ്കിൽ 1 കോടി രൂപയിൽ കൂടുതൽ വരെ പണം കൊടുക്കണമെന്നാണ് ഞാൻ പലരിൽ നിന്നും കേട്ടുകേൾവിയുള്ളത്. പല യൂട്യൂബ് വീഡിയോകളൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ പക്കൽ അതിൻ്റെ തെളിവൊന്നുമില്ല. നിങ്ങൾക്കും അറിയാം കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കുട്ടിയോ രക്ഷകർത്താവോ ഇത്രയും പണം കൊടുത്ത് ഒരു ജോലി സമ്പാദിക്കുന്നത്? തീർച്ചയായിട്ടും അതല്ലാതെ ഒരു ജോലി കിട്ടാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലൊരു ജോലി കിട്ടുക എളുപ്പമല്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അതിങ്ങനാണ്, നമ്മുടെ കേരളത്തിൽ എത്രയോ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, CBSE സ്കൂളുകളുണ്ട്. അപ്പോൾ അവിടുത്തെയൊക്കെ അധ്യാപികമാരും അധ്യാപകന്മാരും അതിന് PhD എടുത്തിട്ടുള്ളവർ പോലും ഉണ്ട്. PhD എടുത്തിട്ടുള്ളവർ 12,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും വർക്ക് ചെയ്യുന്നവരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരുണ്ട്. അതുപോലെ തന്നെ BEdും മറ്റ് ഡിഗ്രിയും ഒക്കെ ഉണ്ടായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനും BEdും എടുത്തിട്ട് 10,000 രൂപ 12,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ നമുക്ക് വീട്ടുവേലയ്ക്ക് ഒരാളെ കിട്ടണമെങ്കിൽ ഒരു 20,000 രൂപ 25,000 രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കണം. നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ ഒരു അധ്യാപകനോ ഒരു അധ്യാപികയ്ക്കോ ഒരു വീട്ടുവേലയ്ക്ക് ചെയ്യുന്ന ഞാൻ വീട്ടുവേലയെ കുറ്റം പറയുകയല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഒരു വീട്ടുവേലക്കാരത്തേക്ക് കിട്ടുന്ന ശമ്പളം പോലും ഇന്ന് കേരളത്തിലെ പല ടീച്ചേഴ്സിനും കിട്ടുന്നില്ല.
അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ജനറൽ നഴ്സിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് കൂടെ പഠിച്ചിട്ട് നിങ്ങൾക്ക് നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി ട്യൂട്ടറായിട്ട് കയറാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. കാരണം മിക്ക നഴ്സിംഗ് കോളേജുകളിലെയും ട്യൂട്ടർമാരൊക്കെ കൂട്ടമായിട്ട് വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ധാരാളം പുതിയ പുതിയ വേക്കൻസികൾ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 10-28 വയസ്സുണ്ടെങ്കിൽ ഇനി വിദേശത്ത് പോകാൻ താല്പര്യക്കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് അതിനുള്ള അവസരങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകണ്ട. ഇന്ത്യയിൽ തന്നെ നിന്ന്, കേരളത്തിൽ തന്നെ നിന്ന് നിങ്ങൾക്കൊരു നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് നഴ്സിംഗിൽ ഡോക്ടറേറ്റ് വരെ എടുത്ത് നിങ്ങൾക്കൊരു നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൾ വരെയായി മാസം 1-1.5 ലക്ഷം രൂപ സാലറി വാങ്ങി നിങ്ങളുടെ ജീവിതം ഒരു സ്വപ്ന തുല്യമാക്കാനുള്ള അവസരങ്ങൾ പോലും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള അവസരങ്ങളുണ്ട്. ഇനി നിങ്ങളൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നിരിക്കട്ടെ, നിങ്ങൾക്ക് നഴ്സിംഗ് പഠിച്ചാൽ ഗവൺമെൻറ് ജോലിക്കും മറ്റേതൊരു ജോലിയേക്കാൾ കൂടുതൽ സാധ്യതകളുണ്ട്. ഈ നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ടുള്ള, പ്രത്യേകിച്ച് ജനറൽ നഴ്സിംഗ് പഠിക്കുന്നതുകൊണ്ടുള്ള അനന്തമായ സാധ്യതകളെക്കുറിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. +2 സയൻസ് പാസ്സായവർക്ക് മാത്രമല്ല, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്കും ജനറൽ നഴ്സിംഗ് പഠിക്കാം. കർണാടക, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളോട് കൂടിയ സുരക്ഷിതമായ കോളേജുകളിൽ അഡ്മിഷൻ, എഡ്യൂക്കേഷൻ ലോൺ സൗകര്യവും ലഭ്യമാണ്. നഴ്സിംഗ് പഠനം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ തന്നെ 3 ലക്ഷം രൂപ വരെ പ്രതിമാസ സാലറിയിൽ വിദേശ പ്ലേസ്മെന്റ് അവസരങ്ങളും ഉണ്ട്. മാത്രമല്ല, പ്ലേസ്മെന്റ് ലഭിക്കുന്നതിനായി സൗജന്യ സേവനങ്ങളും നൽകുന്നു. നഴ്സുമാർക്ക് ടീച്ചിങ് മേഖലയിലും ട്യൂട്ടർ, ലെക്ചറർ, പ്രൊഫസർ, പ്രിൻസിപ്പൽ തുടങ്ങിയ ഒട്ടനവധി അവസരങ്ങളും ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങളും ധാരാളമുണ്ട്. കൂടാതെ ഇന്ത്യൻ ഡിഫൻസ് മേഖലയിൽ നഴ്സുമാർക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്നു. നഴ്സിംഗ് കോഴ്സ് കഴിയുന്നവർക്ക് ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, കേണൽ, മേജർ, ബ്രിഗേഡിയർ, മേജർ ജനറൽ തുടങ്ങിയ ഉന്നത പദവിയിലേക്ക് എത്താൻ കഴിയും. അഡ്മിഷന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾക്കും ഉടൻ ബന്ധപ്പെടാവുന്നതാണ്.